നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ സംഘടനയായ അമ്മയിലെ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. അതിനിടെ പ്രശ്ന പരിഹാരത്തിനായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം കോടതി തടഞ്ഞു. നടി ശ്വേതാ മേനോൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഹർജിയിലെ എതിർകക്ഷികളിൽ ഒരാളായ നടനും MLA-യുമായ രമേശ് പിഷാരടിക്ക് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു. കേസ് വീണ്ടും ഈ മാസം 13-ന് പരിഗണിക്കും. എന്തായാലും കോടതി ഉത്തരവ് വരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് രമേശ് പിഷാരടി രാജിവെക്കുകയും ചെയ്തു. സംഘടനയെ കോടതി കയറ്റാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കോടതി വിധിയെ മാനിക്കുന്നുവെന്നുമായിരുന്നു പിഷാരടിയുടെ പ്രതികരണം. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനായിരുന്നു അമ്മയുടെ കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിന്റെ തീരുമാനം. എന്നാൽ അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമനം നിയമവിരുദ്ധമാണെന്ന് ശ്വേതാ മേനോൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അമ്മയുടെ നിയമാവലി അനുസരിച്ച് ഒരു ഭരണസമിതി പൂർണ്ണമായി രാജിവെക്കുകയാണെങ്കിൽ പുതിയ തിരഞ്ഞെടുപ്പിലൂടെ മറ്റൊരു ഭരണസമിതി വരുന്നതുവരെ പഴയ കമ്മിറ്റി തന്നെ തുടരണമെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിയമാവലിയിൽ ഒരിടത്തും അഡ്ഹോക് കമ്മിറ്റി രൂപീകരണം പറയുന്നില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നത്. എന്തായാലും അമ്മയിലെ പ്രതിസന്ധി ദിനംപ്രതി സങ്കീർണമാവുകയാണ്. ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് സ്ഥാനവും അംഗത്വവും രാജിവെച്ച ശ്വേതാ മേനോൻ ഇതുവരെ ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ അമ്മയിലെയും ദൈനംദിന കാര്യങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കെ താൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന് ശ്വേതാ മേനോൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടെ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായ രമേശ് പിഷാരടിയുമായുള്ള ശ്വേതാ മേനോന്റെ ഫോൺ സംഭാഷണം കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തിനാണ് കുറ്റാരോപിതരായ കുറച്ച് ആളുകൾ മാത്രം ഒച്ചയും ബഹളം ഉണ്ടാക്കിയത്? കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അങ്കിളിന്റെ കയ്യിൽ നിന്ന് സിദ്ദിഖ് എന്തിനാണ് മൈക്ക് വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാണ് അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിയുടെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയത് എന്നായിരുന്നു പുറത്തു വന്ന ഓഡിയോയിൽ ശ്വേതാ മേനോൻ ചോദിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് ഇരുവരും നടന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിലും അതൃപ്തി അറിയിച്ചിരുന്നു രമേശ് പിഷാരടി. അത് ലീക്കായതല്ല, റിലീസാക്കിയതാണ് ഈ ഫോൺ സംഭാഷണം. ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിൽ വലിയ രീതിയിലുള്ള ഒരു സ്വകാര്യ സംഭാഷണമായിരുന്നു. അത് പുറത്തു വന്നതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി രമേശ് പിഷാരടി പ്രകടിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഇരുവരും തമ്മിലുള്ള ആ ഫോൺ സംഭാഷണത്തിലേക്ക് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ഫീലിംഗ് ടു മേക്ക്. നമ്മൾ പറയില്ലേ, ഞാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്തു എന്ന് പറഞ്ഞാല് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് അഡ്വോക്ക് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനൊക്കെ വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. നിങ്ങൾ വന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്. എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയറായ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. അവർ എന്ത് പറയും എന്നറിയാമോ? നിങ്ങൾ ആദ്യം പറയാം ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല. ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന് മുമ്പെന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യമായത് നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള്, പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന് നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത, സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഒരു സ്ത്രീക്ക് സ്ഥാനം കിട്ടുമോ? സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. ഈ പറയുന്ന കാര്യം ഇവര് സോഷ്യലി ഡൈവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ
സ്ത്രീകൾക്ക് മിണ്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നത് സ്ത്രീകളായി പോയി. നമ്മുടെ വിധി ആലോചിക്കണം. നീന കുറുപ്പ്, ലക്ഷ്മി പ്രിയ, അൻസിബ, മറ്റേ മൂക്കുട്ടിയിട്ട പൊക്കമുള്ള പെണ്ണ്, ഇവര് തുടങ്ങി പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായില്ലേ? അല്ല, അത് മനസ്സിലായി പിഷു. അതല്ലേ ഞാനിപ്പോ പിഷുവിനോട് എന്താ പറഞ്ഞേ? ഞാൻ കമ്മിറ്റിയിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് നിർബാധിത്വം, നിങ്ങൾ എലക്ഷൻ പ്രഖ്യാപിച്ചോളൂ, ഞാൻ തന്നെ പ്രഖ്യാപിക്കാൻ റെഡിയാ. പക്ഷേ നിങ്ങൾ നമുക്ക് ഇത് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ നിർബാധിത്വം, നമ്മൾ നമ്മുടെ കണക്കും, നമ്മുടെ ഒരു അമ്മ ഡ്യൂട്ടി ഒന്നും റോങ് ആയി ചെയ്യില്ല. ഇപ്പൊ കൈനീട്ടം എല്ലാം നമ്മൾ അയച്ചു. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് ഞങ്ങൾക്കിത് തരാനുള്ള അധികാരമില്ലെന്ന്. അത് ഓക്കെ, ശരി. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ജനറൽ ബോഡി തന്നെ തരണം. എനിക്ക് രാജിവെക്കാൻ അധികാരമുണ്ട്, എനിക്ക് എന്റെ അധികാരം കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല. ഞാൻ പറഞ്ഞ സാധനം പിടുത്തം കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് രാജിവെക്കാം. പക്ഷെ എനിക്ക് ഞങ്ങൾ അഡ്വക്ക് ഞങ്ങൾ പഴയ കമ്മിറ്റിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എഡോക്ക് ചെയ്യാൻ പറ്റും എന്നാണോ ജനറൽ ബോഡിക്ക്? അല്ല, മറ്റേ ബൈലോ, അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് എഡോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ എഡോക്കിന്റെ ഒരു മിനിറ്റ് അല്ലല്ല, നോട്ട് വിത്തൗട്ട് കൈ അടിച്ച് പാസ്സാക്കാൻ. നോ വേ, അങ്ങനത്തെ ഒരു ഇതിൽ പ്രീവിയസ് എഡോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മനസ്സിലായോ സാർ? ഇതിന്റെ നിങ്ങൾ വീഡിയോ പ്രോഗ്രാം കാണിച്ചാലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് രാജിവെച്ച് പോയി സാഹചര്യത്തിൽ ജനറൽ ബോഡി ഒരു അഡ്വക്ക് കമ്മിറ്റി ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇതിപ്പോ വരുന്ന വ്യാഖ്യാനം. അങ്ങനെയല്ലേ വരുള്ളൂ. ഓക്കെ പിഷു, എന്താ അറിയോ പിഷു, അപ്പോ ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പോ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ എഡ്ഹോക്ക്. പിന്നെ ഒരു ചെയർ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ജഗദീഷ് ഏട്ടൻ? നോ ജനറൽ ബോഡിന്റെ മുമ്പ് തന്നെ അവര് എഡ്ഹോക്ക് ആക്കി. ജനറൽ ബോഡി ആര്? ഈ ലാലേട്ടനും ലാലേട്ടൻ അല്ല ഞാൻ പറയുന്നത്, ബാബുരാജേട്ടൻ എങ്ങനെ ആ കൺവീനിയർ ആയിട്ട് അത്ര ദിവസം വരെ നിന്നു? എങ്ങനെ ആള് എഡോക്ക് അതേ കമ്മിറ്റി ഓടിച്ചു? അത് മാത്രല്ല, എഡോക്ക് ആൾക്കാരാണ് കുടുംബസംഗമം നടത്തിയത്, എഡോക്ക് ആൾക്കാരാണ് സഞ്ജീവനി ഇറക്കിയത്. എങ്ങനെ എഡോക്ക് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും? പിഷു പറയൂ. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു കമ്മിറ്റിക്ക് ഒരു റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂളാണോ? പറയൂ. കഴിഞ്ഞ അഡ്വക്ക് കമ്മിറ്റിക്ക് എങ്ങനെ ഈ കുടുംബസംഗമം നടത്താം? പോളിസി ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. പോളിസി മാറ്റേഴ്സില്ല. പിഷു നിങ്ങൾ ഏത് അഡ്വക്കേറ്റിന്റെ കൂടെ കൺസൾട്ട് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ കൂടെ ഇരിക്കാൻ റെഡിയാണ്. അല്ല, നമ്മൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അമ്മയുടെ ഉദ്യോഗസ്ഥനോട് സംസാരിക്കണ്ടേ? ഞാൻ പറയുന്നത് സഞ്ജീവനി തുടങ്ങാനുള്ള അധികാരം അഡ്വക്ക് കമ്മിറ്റിക്ക് ഇല്ല. തുടങ്ങിയോ നടത്താനുള്ള അധികാരമുണ്ട്. തുടങ്ങി. അപ്പൊ അത് തെറ്റാണോ? ആണ്. അപ്പോ എന്തുകൊണ്ട്? അപ്പോ ഒരു കമ്മിറ്റിക്ക് വേറെ റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂള് എങ്ങനെ? പിന്നെ നമ്മളെ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മിറ്റിയിൽ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾക്ക് അടുത്ത ഒരു മേ ബി മാക്സിമം 45 ഡേയ്സിൽ നമ്മൾ ഇത് വിളിച്ചേന്നേ, എലക്ഷൻ നമ്മൾ തന്നെ വിളിച്ചേന്നേ. എങ്ങനെയാണ് കമ്മിറ്റി മാറ്റാൻ പറ്റണത്? എങ്ങനെ? നമ്മൾ ഇതാ ചോദിച്ചത്. 45 ദിവസം കൊടുക്കൂ. ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു യെസ് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സിദ്ദിഖ ലാലേ വേണ്ട, ലാലിന്റെ തലയിൽ വരും എന്ന് പറയാനുള്ള ഒരു അധികാരം? എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചയും ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റീന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ശരി,
ഇതെല്ലാം ചെയ്ത് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരം അറിയാവുന്നതോ പറയാവുന്നതോ അല്ല. ഞാൻ പിഷുവിനോട് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഉത്തരം പറയാൻ അല്ലെങ്കിൽ അറിഞ്ഞ നടന്നത് തെറ്റാണ്, അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് ശ്രദ്ധയ്ക്ക് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മളല്ല, കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന അൻസിബയും പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് അൻസിബയെ മാറ്റി, എന്തുകൊണ്ട് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തു, അപ്പൊ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് അൻസിബയും മാല പാർവതി ചേച്ചീനെയും മറ്റേ ഇപ്പൊ ലക്ഷ്മിപ്രിയ എന്തായാലും അമ്മേന്ന് പുറത്തുപോയി, അവള് റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വന്നു മെയില് കണ്ടു, നമ്മൾ മെയില് കണ്ടു.